Greenlives Coaching and Training Solution. So, I will tell you strategy. One, you become who you drink coffee with. You drink coffee with coffee with premium class and coffee with coffee with standard coffee with this positive coffee with that's one strategy. Then coffee with coffee with English video പിന്നെ ബീഫ് വാങ്ങി കഴിക്കുക അല്ലേ? അപ്പം നമ്മൾ പൊറോട്ടയും ബീഫും കഴിക്കുമ്പോൾ നമ്മളെ പറയാനുണ്ടാവണേ ഓല നമ്മൾ സ്വാധീനിക്കുന്ന ഉറപ്പല്ലേ? നമ്മൾ എന്ത് കഴിക്കുന്നുവോ നമ്മൾ ആരെ കൂടെയാണ് സിനിമയ്ക്ക് പോകുന്നത്, ആരെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നത്, ആരെ കൂടെ നമ്മൾ പാർക്കിൽ പോകുന്നത്, ആരെ കൂടെ നമ്മൾ ബീച്ചിൽ പോകുന്നത്, ഇവരുടെ സ്വഭാവം നമുക്ക് വരും. അതാണ് യു ബിക്കം ഹു യു ഡ്രിങ്ക് കോഫി വിത്ത് എന്ന് പറഞ്ഞാൽ അല്ലേ? ചിക്കൻ്റെ കൂടെ നടന്നാലും എന്താ പറ്റുള്ളൂ, പരുന്തായിട്ടും കാര്യമില്ല, ചിക്കനായിട്ട് ചത്തു പോകേണ്ടി വരും. അത് നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോറി. അവൻ ജനിച്ചത് പരുന്താണ്, പക്ഷെ ചത്തത് എങ്ങനെയാണ്? ചിക്കൻ രാജാവാണ്, പക്ഷെ ചത്തത് ചിക്കൻ്റെ കൂടെ, ജീവിച്ചത് ചിക്കൻ്റെ കൂടെ, കളിച്ചത് ചിക്കൻ്റെ കൂടെ, കോഫി കുടിച്ചത് ചിക്കൻ്റെ കൂടെ, ഡിന്നർ ചിക്കൻ്റെ കൂടെ, ജനിച്ചത് എന്താണെങ്കിലും ചത്തത് ചിക്കനായിട്ട്. അടുത്തതാണെന്ത്? വി ബിക്കം അവർ അസോസിയേഷൻ. നമ്മൾ നമ്മുടെ അസോസിയേഷനായിട്ട് മാറും. അതാണ് ഈഗിളിൻ്റെ സ്റ്റോറി പറയുന്നത്. വി ബിക്കം അവർ അസോസിയേഷൻ. നമ്മൾ അസോസിയേഷനായിട്ട് നമ്മൾ മാറും. ദെൻ വാക്ക് വിത്ത് ജയൻസ് ആൻഡ് സിറ്റ് വിത്ത് ടൈറ്റാൻസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജയൻസിൻ്റെ കൂടെ, പുലികളുടെ കൂടെ, സിംഹങ്ങളുടെ കൂടെ നടക്കലും ഇരിക്കലൊക്കെ വേണം. അങ്ങനെ നടക്കലും ഇരിക്കലും തുടങ്ങുമ്പോൾ നമ്മൾ അവരെ പോലായി മാറും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ലെവലിലേക്ക് പോകും. അതാണ് സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ കൂട്ടുകൂടുന്നത് ആരാണ്? നമ്മളെക്കാട്ടും റേഞ്ചിലാക്കാരപ്പം കൂട്ടുകൂടണം. അതാണ് ജയൻസ് എന്ന് പറഞ്ഞത്. സിംഹങ്ങളുടെയും പുലികളുടെയും കൂടെ കൂട്ടുകൂടുകയും ഇരിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളും ഫ്യൂച്ചറിൽ എന്താവും? ഒരു സിംഹവും ഒരു പുലിയാവും. സിംഹത്തിൻ്റെ മുകളിലാണ് പുലിയായി മാറും. അതാണ് വാക്ക് വിത്ത് ജയൻസ് ആൻഡ് സിറ്റ് വിത്ത് ടൈറ്റാൻസ് എന്ന് പറഞ്ഞത്. ഇതാണ് ഒന്നാമത് നമ്മൾ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് പീക്ക് പ്രൊഡക്ടിവിറ്റിയാണ്. രണ്ടാമത്തെ പോയിന്റ് പീക്ക് പ്രൊഡക്ടിവിറ്റിയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പീക്ക് പ്രൊഡക്ടിവിറ്റിയാണ്. പീക്ക് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രോഡക്ടിവിറ്റി കൂട്ടണം. പ്രോഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾക്ക് എന്ത് വേണം? മൊണോയിക്കൽ ഫോക്കസ് എന്ന് പറയാം. മൊണോമണായിക്കൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനത്തെ ഫോക്കസ്ഡ് ആണ്. നമ്മൾ പറഞ്ഞു ഫോക്കസ് ഈസ് മോർ വാല്യുബിൾ ദാൻ ഇന്റലിജൻസ്. ബുദ്ധിയെക്കാട്ടിലും കൂടുതൽ വേണ്ടത് ഫോക്കസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ബിസിനസ്സിൽ, നമ്മളുടെ മൈറ്റി വയൽ, നമ്മളുടെ മൈറ്റി വിഷനിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫോക്കസ്ഡ് ആവണം. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിവിറ്റി കൂടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുള്ളൂ. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് വേണം? കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്ത് വേണം? നമ്മൾ ഫോക്കസ്ഡ് ആവണം. നമ്മൾ ഇന്ന സമയം മുഴുവൻ ടി വിയും കണ്ടിരുന്ന്, ഫേസ്ബുക്കിലും കളിച്ചിരുന്ന്, വാട്സപ്പിലും കളിച്ചിരുന്ന്, ഈ ഫേസ്ബുക്ക് ഉണ്ടാക്കിയ ചങ്ങായി ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല. ഓൻ്റെ പണി എന്താണ്? നമ്മളെങ്ങനെ ഫേസ്ബുക്കിൽ ലോക്ക് ചെയ്യുക എന്നുള്ളതാണോ ചിന്തിക്കുന്നത്? ഓൻ ഫേസ്ബുക്കിൽ ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേറെ സംഭവം ഉണ്ടാക്കാൻ പറ്റില്ല, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. വാട്സപ്പ് പോലെ വാങ്ങി പർച്ചേസ് ചെയ്തതാണ്. വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമൊക്കെ പോലെ തന്നെയാണ്. തൊടിക്കൂടെന്ന് പറഞ്ഞു. അവൾക്ക് അറിയാം പണി കിട്ടുന്നില്ലേ. ഓല് എല്ലാവർക്കും തൊടിയിക്കുന്നുണ്ട്. ഓരോ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും തൊടില്ല. നമ്മളെ കുട്ടിക്ക് ഒരു വയസ്സ് 2 വയസ്സ് നമ്മളതൊക്കെ കൊടുത്ത് ഫേസ്ബുക്ക് കൊടുത്ത് പഠിപ്പിച്ചു. ഒരു 10 വയസ്സ് ഡിജിറ്റൽ സാധനം തൊടാൻ അയക്കൂല. കാരണം എന്താണ്? ക്രിയേറ്റിവിറ്റി പോകും. നമ്മളെ സമയം ഫുള്ള് എന്താണ്? ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും കൊണ്ടുപോവാണ്, യൂട്യൂബും. അതിലാണെങ്കിലോ കാണുന്നത് ഫുള്ള് എന്താണ്? നെഗറ്റീവ് ന്യൂസും, കൗണ്ടർ പോയിന്റും, കൗണ്ടർ ഡിബേറ്റും, അല്ലേ? കണ്ണീരും കിനാവും, കുറേ സീരിയലും, FIR, ഇതൊക്കെയാണ് ഫുള്ള് കാണുന്നത്. എന്നിട്ട് ഇല്ല നെഗറ്റിവിറ്റി ഫുള്ള് അടിച്ച് കയറ്റും. പിന്നെ എപ്പോഴാണ് നമുക്ക് ബിസിനസ് കുറിച്ച് ചിന്തിക്കാൻ സമയം? നമുക്ക് ചിന്തിക്കാൻ സമയമില്ലല്ലോ. നമുക്ക് മോഡിനെ കുറ്റം പറയാൻ സമയമുള്ളൂ. എന്തിനാ നിങ്ങൾ ക്രൈംബ്രാഞ്ചിലോട്ട് കയറണുണ്ടോ? ആ കയറിട്ട് എന്താ കാര്യം? ക്രൈംബ്രാഞ്ച് ഓഫീസർ ആണെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. എന്തിനൊക്കെ പഠിക്കണേ? ഒരു ബിസിനസ് ആണ് ഇങ്ങനെ FIR കാണേണ്ട ആവശ്യം? കണ്ടാണ്ട പ്രശ്നം അറിയാം. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഈ സംഘങ്ങൾ ഇട്ട് കളിക്കും. നിങ്ങൾക്ക് ടെൻഷൻ കൂടും, നിങ്ങൾ സ്ട്രെസ്ഡ് ആവും, സമാധാനം ഉണ്ടാവില്ല. അതാണ് സംഭവം. ചിന്തകൾ കൂടുമ്പോൾ എന്താ പ്രശ്നം? ചിന്ത കൂടും. ഇതൊക്കെ കാണുമ്പോൾ ചിന്തകൾ ഇങ്ങനെ കൂടും, ഫ്രസ്ട്രേഷൻ കൂടും.
അപ്പോൾ എന്താ പ്രശ്നം? ചിന്തകൾ കൂടുമ്പോൾ ടെൻഷൻ കൂടും. ടെൻഷൻ കുറക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ചിന്തകൾ കുറക്കണം. നമ്മൾ യോഗ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, ചിന്തകളില്ലാത്ത അവസ്ഥയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഉറങ്ങും, എന്താണ്, റിലാക്സ് ആവും. ചിന്തകളുണ്ടെങ്കിൽ, ചിന്തകളാണ് ടെൻഷന്റെ ബേസിക് കാരണം. എന്താ? ചിന്തകൾ കൂടുന്നതാണ്. വിഷാദത്തിന്റെ ബേസിക് കാരണം എന്താ? ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്താവും? ടെൻഷൻ കൂടും, ഫ്രസ്ട്രേഷൻ കൂടും, ഡിസ്ട്രാക്ഷൻസ് കൂടും. അപ്പം എന്ത് ചെയ്യണം? ചിന്തകൾ കുറക്കണം, വെട്ടി കുറക്കണം. ചിന്തകൾ അതിനെ കുറക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അപ്പം എന്താവും? അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച പോയിന്റ് കറക്റ്റ് നടക്കും. അപ്പം നിങ്ങൾ വളരെ സീരിയസ് ആണ് 100 CR എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഫോക്കസ്ഡ് ചെയ്യാൻ. 1000 CR ഫോക്കസ്ഡ് ആണെങ്കിൽ എന്താണ്, വേറെ അങ്ങോട്ടും ചിന്ത പോലെ. കാരണം ഇയാൾ ആകെയുള്ള ലക്ഷ്യം എന്താണ്? എങ്ങനെ 1000 കോടി ഉണ്ടാക്കണം അല്ലേ? ഉറങ്ങുമ്പോൾ 1000 കോടി. ഞാൻ പറഞ്ഞത് തോമസ് ആൽവ എഡിസൺ അങ്ങനെയായിരുന്നു. തോമസ് ആൽവ എഡിസന് എന്താണ്, കൊണ്ടുപോയിട്ട് ബൾബ് കൊണ്ടുപോയിക്കും ഫീസ് പോവും, അടുത്ത ബൾബ് കൊണ്ടുപോയിക്കും ഫീസ് പോവും. ഇയാൾക്ക് ഇതൊരു വട്ടേനും. ഇയാൾ കൊണ്ടുപോയി ഫീസ് ബൾബ് വെക്കുന്നു, അടിച്ചു പോകുന്നു. പിന്നെ വേറെ ഫിലമെന്റ് ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്നു, അടിച്ചു പോകുന്നു. അപ്പോൾ ലാസ്റ്റ് പത്രക്കാരെ കളിയാക്കി കിറുക്കൻ, വട്ടൻ, ഭ്രാന്തൻ, പൊട്ടൻ, ഇതൊക്കെ നമ്മളെ നാട്ടുകാരും പറയും. ചങ്ങയ്ക്ക് ഭ്രാന്താണ്, വട്ടാണ്, പിരാന്താണൊക്കെ പറയും അല്ലേ? അങ്ങനെയൊക്കെ ലാസ്റ്റ് ചോദിച്ചു, നിങ്ങൾക്ക് വട്ടുണ്ടോ മനുഷ്യ? പെണ്ണുങ്ങളടക്കം ചോദിച്ചു. ലാസ്റ്റ് ഇയാളോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ഈ ഇത്രയും സമയം പരാജയപ്പെട്ടില്ല എന്നാ? അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടിട്ടൊന്നുമില്ല, ഈ ബൾബൊന്നും കത്തൂല, എനിക്ക് മനസ്സിലായി. ഈ ഫിലമെന്റ് വെച്ചിട്ട് ബൾബ് കത്തുകയെന്ന് എനിക്ക് ആൾ പഠിക്കുകയാണ്. ഇനി ലോകം വേണ്ട, ഈ ഫിലമെന്റ് വെച്ചിട്ട് കത്തിക്കാൻ നോക്കണ്ട, ഈ ഫിലമെന്റ് കത്തൂല മക്കളെ എന്നെനിക്ക് മനസ്സിലായി. അയാൾ നട്ടപ്പാരൊക്കെ എന്ത് ചെയ്ത്? ബൾബാണ് കത്തി. അതിൽ പെണ്ണുങ്ങൾ പറഞ്ഞു, മനുഷ്യ കെടുക്ക വളക്ക് ഉറങ്ങട്ടെ പറഞ്ഞ്. ആ പെണ്ണിന് മനസ്സിലായില്ല ഇയാൾ ലോകത്തിന്റെ അത്ഭുതമാണ് കണ്ടെത്തിയെന്നുള്ളത്. ആ പെണ്ണിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഉറങ്ങട്ടെ, ഉറങ്ങാൻ നേരത്തെ നിങ്ങൾ വളക്കത്തിക്കണെന്ന് വെച്ച്. പക്ഷെ അയാളെ കുറിച്ച് നമ്മളൊന്നും സംസാരിക്കുകയാണ്. ഇങ്ങനത്തെ വട്ടന്മാരാണ് ലോകം മാറ്റിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഭ്രാന്തന്മാരാണ് ലോകത്ത് അത്ഭുതങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. Greenlives Coaching and Training Solution. For more updates, subscribe our channel or visit our website mujeebgreenlives.com, or like our page Facebook/mujeebgreenlives, or you can WhatsApp to 9995142164.